നീറ്റ് എന്ന് പറയുന്നത് ഒരു വോളിയം ഗെയിമാണ്. നമുക്ക് നല്ല വോളിയം മാർക്സ് വേണം. അതിന് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അറിയാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് മാർക്സ് വരില്ലോ എന്ന് പേടിച്ചിട്ട് അതിനങ്ങ് ലീവ് ചെയ്യും. പക്ഷേ അതിന് പകരം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യന് നമുക്കറിയാം 4 മാർക്കാണ് കറക്റ്റ് ആയാലും നെഗറ്റീവ് ആയാലും 1 മാർക്ക്. ഒരു അറിയാത്തൊരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളത് 5 എന്ത് ചെയ്തു? അതായത് നമ്മൾ നോക്കിയിട്ട് നമ്മളൊരു നോളജ് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ ആവില്ല. അപ്പോൾ നമുക്ക് എന്തായി? ബാക്കി 75% ചാൻസ് ആയി ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. അങ്ങനെ ഒരു 1 2 നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 5 ക്വസ്റ്റ്യനിൽ 4 നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് -4 ആണ്. പക്ഷേ നേരെ മറിച്ച് മറ്റേത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ എന്തായി? +4 ആയി. അപ്പോൾ -4 +4 0 ആയി. നമുക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഈ 5 ക്വസ്റ്റ്യനിൽ 2 ശരിയായി എന്ന് വിചാരിക്കാം. 2 ശരിയായി നമുക്ക് 8 മാർക്കായി. 8 മാർക്കിൽ ബാക്കി 3 തെറ്റി കഴിഞ്ഞാൽ എത്രയേ പോകുള്ളൂ? 8 - 3 ബാക്കി 5 ഉണ്ട്. നമുക്ക് +5 ആണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ ഇത്രയും പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് 5 അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 2 ശരിയാവാണ്ടിരിക്കില്ല. അതിനുള്ള നോളജ് നമുക്ക് ഉണ്ടല്ലോ. അപ്പോൾ അറ്റാക്ക് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ ഡിഫെൻഡ് ചെയ്ത് അയ്യോ നെഗറ്റീവ് വരുമല്ലോ എന്ന് പേടിച്ച് നിൽക്കാണ്ട് അറ്റാക്ക് ചെയ്തിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏതൊക്കെയാണ് നമ്മൾ ഗസ് ചെയ്തത് അതൊക്കെ ഒന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്യാം. എന്നിട്ട് എക്സാം കഴിഞ്ഞതിന് ശേഷം ആൻസർ കീ എടുത്ത് നോക്കുക. അതിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കറക്റ്റ് ആണെങ്കിലും ശരി, ഇനി നല്ല കറക്റ്റ് അല്ലെങ്കിലും ശരി, എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ചെയ്ത് പഠിക്കണം.